ടെൻഷൻ ഉണ്ടായിരുന്നോ? ലൈക്ക് ഓരോ സമയത്ത് ടേക്ക് വല്ലതും പോവാണെങ്കിൽ അയ്യോ എന്നെ ചീത്ത പറയോ അങ്ങനെ വല്ല ടെൻഷൻ? ഞാൻ ടെൻഷൻ അടിച്ച ഒരു ടൈം എന്ന് പറയുകയാണെങ്കിൽ ടേക്കിന്റെ കേസിലേക്കാട്ടും ഞാൻ ആലോചിച്ചത് എനിക്കൊരു ഫുഡ് പോയിസൺ അടിച്ചായിരുന്നു. ഇതിന് ഷൂട്ടിനല്ലേ? ഞാൻ പുറത്തുനിന്ന് കുറച്ച് ഫുഡ് കഴിച്ചു. പിന്നെ എനിക്ക് എന്തൊക്കെയോ എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ള സമയത്ത് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതും ഇരുന്നല്ല അഭിനയിക്കേണ്ടത്, ഓടി അഭിനയിക്കണം. ഫുഡ് പോയിസൺ സൈഡിൽ അത് വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു അതിന്റെ കൂടെ. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അന്ന് എന്റെ ഷോട്ട് മാത്രമേ ഉള്ളൂ, എന്റേത് കൊണ്ട് അത് കഴിഞ്ഞ കൈലാസ് സാറിന്റെ കൊണ്ട്. സോ ഉച്ചവരെ എന്റേതാണ്. അപ്പൊ അത് ഞാൻ ചെയ്യാതെ പോയിരുന്നെങ്കിൽ ഒരു 2 lakhs നഷ്ടം അവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് അത് ഭയങ്കര അന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു. കാരണം അങ്ങനെ ഒരു സാറിന് ജെയിംസ് സാറിനെ ഞാൻ കാണുന്നുണ്ട്. ജെയിംസ് സാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സാർ ഇങ്ങനെ ഓരോരോ കാര്യം വന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ സാറിന് ബുദ്ധിമുട്ട് കാണുന്നുണ്ട് തന്നെ. അയ്യോ ഞാൻ കാരണം സാറിന് ഒരു ദിവസം പോയത്. അന്ന് വോമിറ്റിംഗ് ഉണ്ടായിട്ടും ഞാൻ ട്രൈ ചെയ്തായിരുന്നു. സാറിന് ടിപ്സ് ഒക്കെ കിട്ടിയായിരുന്നോ? എങ്ങനെ സാറിന് ടിപ്സ് ഒക്കെ കിട്ടിയായിരുന്നു ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ എന്തെങ്കിലും? കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും ഇല്ലെന്ന് പറയാനില്ലല്ലോ. സാറിന്റെ പിന്നെ രവി സാർ മെൻഷൻ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. സാറിന്റെ അടുത്തൊന്നും രവി സാർ എന്ന് പറയുന്നത് ക്യാമറ അങ്ങനെയുള്ളതാണ്. സോ സാറ് എനിക്ക് ഹൈറ്റിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആക്ട് ചെയ്ത് മുഴുവൻ സ്റ്റൂൾ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഒരു ക്രെഡിറ്റ്സ് എനിക്കുണ്ട്. അല്ല ഹീൽസ് ആണോ സ്റ്റൂള് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ കയറി നിൽക്കുമ്പോ എങ്ങനെ കംഫർട്ടബിൾ ഒക്കെ ആയിരുന്നോ? കംഫർട്ടബിൾ ആയല്ലേ പറ്റുള്ളൂ. നമുക്ക് ഇല്ലാത്തൊരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കല്ലേ. അപ്പൊ രവി സാർ അതൊരു ഫണ്ണി ആയത്. சார் தமிழ் அவர் எல்லாமே ஓகே. அந்த ஹைட் மட்டும் கடவுள் தெரியல உனக்கு அவரு ஓகே சார். அப்போ എന്നാലും വെറൈറ്റി അല്ലേ സ്റ്റോളിന് വണ്ടി കയറിയിട്ട്? കുറച്ച് മുന്നേ ഒരു ഇന്റർവ്യൂല് ജെയിംസ് സാർ എന്നെ സത്യം പറഞ്ഞ കളിയാക്കിയതാണ്. ഇവൾക്കൊരു വലിയൊരു വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇവള് അഭിനയിച്ച മുഴുവൻ ത്രൂ ഔട്ട് സ്റ്റൂള് വെച്ചിട്ടായിരുന്നു സാർ. ശരിയാ, എന്നാലും പക്ഷെ വെറൈറ്റി ആണല്ലോ സ്റ്റോളിന്. അഭിമാനത്തോടെ പറയണത്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സിനിമയിലാണെങ്കിൽ കൈലാഷ് ചേട്ടൻ, ഉണ്ണിച്ചേട്ടൻ പോലെ കുറച്ച് എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊപ്പമുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് വൈസ് അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ ഒരു ആക്ടറിനെ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു ആക്ടറിനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു നമ്മൾ എങ്ങനെയാണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്, അതും ആക്ട് ചെയ്യാനാണ് പോകുന്നത്. ജസ്റ്റ് ഒരു മീറ്റ് ഔട്ട് അല്ല അവിടെ നടക്കാൻ പോകുന്നത്, അവിടെ ഒരു ആക്ടിങ് ആണ് നടക്കാൻ പോകുന്നത്. സോ ഭയങ്കരമായിട്ട് ഞാൻ ഓക്കെ ഇവരുടെ അടുത്ത് എന്നെ ഒരിക്കലും ഞാൻ കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്, എങ്ങനെയാണ് ഇതിന് നല്ല ഭയങ്കര ടെൻഷൻ. പക്ഷെ ആ സമയത്ത് ഉണ്ണിച്ചേട്ടനായാലും പോലും കലാസാറായാലും പോലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കലാസാറിനൊക്കെ വിചാരിക്കും ഭയങ്കര സീരിയസ് വ്യക്തിത്വമുള്ള ഒരാളാണ്. ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നത്, ആവശ്യത്തിന് സീരിയസ്നെസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആക്ടിങ് ലെവൽ അവിടെ റോള് ആയിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് ക്യാരക്ടറിലേക്ക് കടക്കണം. അതിന്റെ മുന്നേ ഇവിടെ ഇരുന്നിട്ട് നമ്മളെ ചിരിപ്പിക്കാനുള്ള എല്ലാ വഴിയും നോക്കും. അങ്ങനെയൊന്നും അല്ല, ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ കംഫർട്ടബിൾ ആക്കാൻ പിന്നെ ഉണ്ണിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമേസിങ് ആക്ടർ. കാരണം ഞാൻ കലാസാറിനെ കുറിച്ച് 2 ഷോർട്ട് ലൈൻ സാറിന്റെ കൂടെ ഉള്ളൂ, പക്ഷെ ബാക്കി മുഴുവൻ എന്റെ അച്ഛൻ ക്യാരക്ടറാണ് ഉണ്ണിച്ചേട്ടൻ ചെയ്തത്. സോ അതിൻ്റെതായ ഇപ്പൊ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ണിച്ചേട്ടന്റെ ആക്ടിങ് വെച്ചാല് ഞാൻ ഭയങ്കര ത്രില്ലടിച്ചു ഒരു ആക്ടറാണ്. കാരണം നമ്മളിങ്ങനെ നോക്കി നിന്നുപോയി. ഭയങ്കര അച്ഛൻ റോള് ആകുമ്പോള് ഭയങ്കര നമ്മളെ കംഫർട്ട് ആക്കണം. നമ്മുടെ ഒപ്പം നന്നായിട്ട് ഒരു അച്ഛൻ എന്നുള്ള ഒരു റോളിലോട്ട് വരുമ്പോ വേറെ ആയിരിക്കില്ല. അപ്പൊ ആ ഒരു ഫീലും ഭയങ്കര കംഫർട്ടബിൾ ഒക്കെ ആയിരുന്നു ചേട്ടൻ്റെ ഒപ്പം. തീർച്ചയായിട്ടും ആണ്. ആള് ഇപ്പൊ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് കൂളായിട്ട്, കാരണം എനിക്ക് ആക്ച്വലി ഞാൻ മിണ്ടുന്നതിന് മുന്നേ അവർ എന്റെ അടുത്ത് വന്ന് ഞാൻ മിണ്ടാത്ത റീസൺ ജാടയൊന്നല്ലേ, അതായത് നമുക്കൊരു പേടി പറയാം. കാരണം ഒരു സീനിയർ ആക്ടറാണ് ഞാൻ, ഇതിൽ എന്താന്ന് എനിക്ക് പോലും അറിയാത്തൊരു അവസ്ഥയാണ്. ഞാൻ പോയി മിണ്ടാവോ, ഞാനിങ്ങനെ നിൽക്കാം. അപ്പൊ ഇതാണ് എന്റെ മോളായിട്ട് അഭിനയിക്കുന്നതോ, എന്റെ മോളെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ എങ്ങനെ ഇനിയിപ്പോ നെക്സ്റ്റ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവസരങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. മൂവി ഇറങ്ങാത്തോണ്ട് എനിക്കറിയത്തില്ല. ഇനിയിപ്പോ ഈ മൂവിയുടെ ശേഷം ഇനി പുതിയ പ്രൊജക്ട്സ് അങ്ങനെ അല്ലെ, മൂവിയിൽ ഇനിയും അഭിനയിക്കണം എന്ന ആഗ്രഹമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അവസരങ്ങൾ കിട്ടിയാൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ്? എനിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ചില ക്യാരക്ടേഴ്സ് വരുമ്പോ
അതെനിക്ക് ഓക്കെ ആണോ എന്ന് ഞാൻ അന്വേഷിക്കണം. അന്വേഷിക്കണം. അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഒരു നല്ല ചാൻസ് വരികയാണ്, തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമയും റിലീസിനൊരുങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് മെയ് 24 മൂവി ഇറങ്ങുകയാണ്. ആ ഒരു പുതുമുഖം എന്ന നിലയിൽ നമുക്ക് നമ്മളായ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിൽക്കുക, ഞങ്ങളെ കൂടെ തന്നെ നിൽക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളത്. കാരണം ബാക്കിയെല്ലാം ഓഡിയൻസിന്റെ കയ്യിലാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മൂവി ഭയങ്കര വൺ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അത് മാത്രല്ല ഇപ്പൊ ആദിത്യക്കും ഇനി അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.